സ്നേഹരാഗം ഭാഗം 31. ലഞ്ച് കഴിക്കാൻ നേരം നന്ദനയുടെ മുഖത്തെ വാട്ടം അഞ്ജുവും അജിതയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ അഞ്ജു അക്കാര്യത്തെക്കുറിച്ച് നന്ദനയോട് ചോദിക്കുകയും ചെയ്തു. എനിക്കിനി ഇവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നന്ദന പറഞ്ഞു. പ്രകാശ് സാർ എന്തെങ്കിലും പറഞ്ഞോ? അഞ്ജു ചോദിച്ചു. എന്നെ ഇന്ന് പ്രകാശ് സാർ വിളിച്ചിരുന്നു. അയാൾക്കെന്നോട് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്കറിയാലോ. അർജുനേട്ടനുമായി ഡിവോഴ്സ് കേസ് വരും മുമ്പേ എന്നോട് ഇഷ്ടമാണ് എന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. ഒഴിഞ്ഞു മാറിയിട്ടും അങ്ങേർക്കധികം മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതത്ര സീരിയസ് ആയി എടുക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഉണ്ടായത് അങ്ങനെയൊന്നുമല്ല. അയാൾ കുറച്ച് ഓവറായി പെരുമാറി, നന്ദന പറഞ്ഞു. എന്തുണ്ടായി? അഞ്ജു ആകാംക്ഷയിൽ ചോദിച്ചു. അവൾ പ്രകാശിന്റെ ക്യാബിനിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടു അഞ്ജു അവളെ തന്നെ നോക്കി നിന്നുപോയി. അതിനുള്ള ധൈര്യമൊക്കെയുണ്ടോ അയാൾക്ക്? അവൾ അതിശയപ്പെട്ടു. ഇനി ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ്. എനിക്ക് ഇനിയും ഇവിടെ ഇങ്ങനെ തുടരാൻ വയ്യ, നന്ദന പറഞ്ഞു. വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയില്ലാത്ത ഈ സാഹചര്യത്തിൽ ഉള്ള ജോലി കൂടി കളഞ്ഞാൽ പിന്നെ നീ എന്തു ചെയ്യും? നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പിന്നെ നീ ഇവിടെ തനിച്ചല്ലല്ലോ, ഞങ്ങളൊക്കെയില്ലേ. അയാളുടെ വാചകമടി മാത്രമേ നടക്കൂ, അല്ലാതെ അയാൾ നിന്നെ ഒന്നും ചെയ്യില്ല, അഞ്ജു പറഞ്ഞു. മനസ്സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് കാര്യം? അയാൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് വെറുപ്പ് തോന്നുന്നു. അയാൾ എന്ത് വഷളത്തരം പറഞ്ഞാലും ഒരിക്കലും ഞാൻ അയാളിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി നിന്നോട് വല്ല പ്രണയവുമായിരിക്കുമോ? അജിത എല്ലാം കേട്ട് തെല്ല് സംശയത്തോടെ തിരക്കി. പ്രണയമോ? ഒരിക്കലുമല്ല. കാണാൻ കൊള്ളാവുന്ന ഏതൊരു പെണ്ണിനെ കണ്ടാലും അങ്ങേർക്ക് ഈ അസുഖമുണ്ടാവും. ഇനി ഇവിടെ തുടരാൻ എനിക്കാവില്ല. നാളെ മുതൽ ഞാൻ വരുന്നില്ല. ഇങ്ങനെ ഇവിടെ തുടരാൻ എനിക്കാവില്ല. ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല എന്നും പറഞ്ഞ് അവൾ ലാബിലേക്ക് നടക്കുമ്പോൾ അഞ്ജു നേരെ രാജിനിയുടെ അരികിലേക്ക് ചെന്നു. സാറുണ്ടോ അവിടെ? അവൾ തിരക്കി. ഉണ്ട്. എന്തേ? രാജിനി ചോദിച്ചു. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചോളാം എന്നും പറഞ്ഞ് അവൾ പ്രകാശിന്റെ ക്യാബിന് നേരെ നടന്നു. പ്രകാശിന്റെ അനുവാദം വാങ്ങി അവൾ അകത്തേക്ക് കടന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, അവൾ പറഞ്ഞു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ മിഴികൾ നട്ടിരുന്ന പ്രകാശ് അവളെ നോക്കാതെ തന്നെ തിരിച്ചു വിഷ് ചെയ്യുകയും ഇരിക്കാൻ പറയുകയും ചെയ്തു. അഞ്ജു ഇരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പ്രകാശ് അവളെ നോക്കി. എന്താണ് അഞ്ജു? അവൻ കാര്യം തിരക്കി. സർ, മാധവൻ സാറിന് എങ്ങനെയുണ്ട്? അവൾ ചോദിച്ചു. അച്ഛൻ ബെറ്ററായി വരുന്നു, അവൻ പറഞ്ഞു. ഇപ്പോൾ അടുത്തെങ്ങാനും ഇവിടെ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. എന്തോ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, അറിഞ്ഞിരിക്കാൻ ചോദിച്ചതാ, അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ജനാലയ്ക്കുള്ളിലൂടെ ഇളം വെയിൽ മുഖത്തടിച്ചപ്പോൾ കീർത്തന കണ്ണു ചുളിച്ചു. ആകെ ഒന്ന് ചുറ്റും നോക്കി. അർജുൻ കിടക്കുന്ന ഭാഗം ശൂന്യമായിരുന്നു. അവനാണ് ജനാലക്കരികിലുണ്ടായിരുന്ന കർട്ടൻ മാറ്റിയത്. അതാണ് തൻ്റെ മുഖത്ത് വന്ന് വെയിൽ വീണത് എന്നും അവൾക്ക് മനസ്സിലായി. ശ്രീകുട്ടിയെ നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദമുണ്ടായിരുന്നു. അർജുൻ വാഷ്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്ങനെ മുറിയിൽ നിന്നും ഇറങ്ങി മറ്റുള്ളവരെ ഫേസ് ചെയ്യുമെന്നവൾ ആലോചിച്ചു കൊണ്ടിരുന്നു. അവൾ എഴുന്നേൽക്കാതെ തലയണ ചാരി വെച്ച് ബെഡിൽ ചാരിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് അർജുൻ പുറത്തിറങ്ങി. എണീക്കാൻ വൈകിയല്ലോ. ഇന്നലെ നല്ല ക്ഷീണമുണ്ടായിരുന്നല്ലേ? കള്ളച്ചിരിയോടെ അർജുൻ പറഞ്ഞപ്പോൾ കീർത്തന ലജ്ജയോടെ തല താഴ്ത്തി. സമയം ഒരുപാടായി, എണീക്കാൻ വൈകി. നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചതാ, തെല്ല് ആശങ്കയിൽ അവൾ അവനോടായി പറഞ്ഞു. സാരമില്ല, നീ ഫ്രഷായി കിച്ചണിലേക്കൊക്കെ ഒന്ന് ചെല്ല്. അവിടെ അമ്മയും പൂജയും കാണും, അവൻ പറഞ്ഞു. അത് വേണോ അർജുൻ? അവൾ ചോദിച്ചു. വേണം, അവൻ ആവർത്തിച്ചു. അവൾ വാഷ്റൂമിൽ കയറി വാതിലടച്ചു. കീർത്തന ഫ്രഷായി കിച്ചണിൽ ചെല്ലുമ്പോൾ പ്രഭാവതി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയിരുന്നു. അവൾ മടിച്ച് അവിടെ തന്നെ നിന്നു. എന്നാൽ പ്രഭാവതി അവളെ ശ്രദ്ധിച്ചതുപോലുമില്ല. അത് കാര്യമാക്കാതെ അവൾ ചായപാത്രമെടുത്ത് സ്റ്റൗ കത്തിച്ചു. പാലെടുത്ത് പാത്രത്തിലൊഴിച്ചു. അവൾ ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ പ്രഭാവതിക്ക് കലിയായി. ഞാൻ പാല് വാങ്ങിയിരിക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും കുടിക്കാനാണ്. നിനക്ക് വേണമെങ്കിൽ വേറെ വാങ്ങണം, പ്രഭാവതി കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു.
ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കും. കീർത്തന തൻ്റെ ഇടത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് പാൽ പകർന്നു. ശ്രീകുട്ടിക്ക് വേണ്ടിയായിരുന്നു അത്. പിന്നെ ബാക്കി വന്ന പാലിൽ ചായപ്പൊടിയിട്ട് പഞ്ചസാരയും ചേർത്ത് 2 കപ്പിലേക്കായി പകർന്നു. അവളുടെ പറച്ചിലും പ്രവൃത്തിയും കണ്ടപ്പോൾ പ്രഭാവതിയിൽ രോഷം ആളിക്കത്തി. കീർത്തന അവരെ ശ്രദ്ധിക്കാതെ ചായയും പാലും ഒരു ട്രേയിൽ വെച്ച് പുറത്തേക്ക് പോയി. ഇത് ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല, മുളയിലേ നുള്ളണം, അവർ മനസ്സിൽ വിചാരിച്ചു. പ്രഭാവതിക്ക് രോഷം സഹിക്കാൻ വയ്യാതെ അവർ ചന്ദ്രന്റെ അടുക്കലേക്ക് ചെന്നു. അവരുടെ വരവിൽ അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. കുടുംബം കലക്കാൻ ഇങ്ങനെ ഓരോന്നിനെ കെട്ടിയെടുത്താൽ മതിയല്ലോ. ചന്ദ്രന്റെ മുന്നിലെത്തിയതും അവർ പരാതിയുടെ ഭാണ്ഡമഴിച്ചു. നിനക്കെന്താ പ്രഭേ, രാവിലെ തന്നെ? ചന്ദ്രൻ ചോദിച്ചു. ആ മൂഷേട്ട കാലെടുത്ത് വെച്ചപ്പോൾ കഴിഞ്ഞു. എന്നോട് മത്സരിക്കാൻ നിൽക്കുക അവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഈ പ്രഭാവതി ആരാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. അവർ ഭ്രാന്തിയെപ്പോലെ കിടന്നു തുള്ളി. പ്രഭാവതിയുടെ പറച്ചിലെല്ലാം കേട്ടപ്പോൾ ചന്ദ്രന് ചിരിയാണ് വന്നത്. നീ കാരണമില്ലാതെ ഇങ്ങനെ നന്ദുവിനെ വേദനിപ്പിച്ചതിന് ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാവരും നന്ദുവിനെ പോലെയാകില്ല എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? അയാളുടെ വാക്കുകളിൽ കുറ്റപ്പെടുത്തലിൻ്റെ സ്വരം ഒളിച്ചു കിടപ്പുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഇനി കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ പ്രഭാവതി അടുക്കളയിലേക്ക് പോയി. പൂജ എണീറ്റ് വരുമ്പോൾ കണ്ടത് കലിതുള്ളിക്കൊണ്ട് ചന്ദ്രന്റെ അടുത്തു നിന്നും പോകുന്ന പ്രഭാവതിയെയാണ്. അവൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അവൾ അടുക്കളയിലേക്ക് ചെന്നു. എന്താ അമ്മേ, രാവിലെ തന്നെ ഒരു ബഹളം? അവൾ ചോദിച്ചു. നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റാൻ ധൃതിയായിരുന്നല്ലോ നിനക്കും നിന്റെ ഭർത്താവിനും. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണമെന്നേ ഉള്ളൂ, പ്രഭാവതി പറഞ്ഞു. അതിന് മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത് അമ്മേ? പൂജ ചോദിച്ചു. നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ച ആ കെട്ടിലമ്മയുണ്ടല്ലോ, അവൾ എന്നെ ഭരിക്കാൻ വരുന്നു. പ്രഭാവതിയുടെ കോപം തണുത്തില്ല. അത് ആളിക്കത്തിക്കൊണ്ടിരുന്നു. അമ്മേ, ഞാനിന്ന് വൈകിട്ട് പോകും, പൂജ പറഞ്ഞു. അല്ലെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. എല്ലാവരും പൊയ്ക്കോ, ഞാൻ ഒറ്റയ്ക്ക് മതി ഇവിടെ, പ്രഭാവതി പറഞ്ഞപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നവൾക്ക് മനസ്സിലായി. അവൾ പതിയെ അവിടെ നിന്നും പിൻവലിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ നന്ദന വൈകിയാണ് എണീറ്റത്. ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നവൾ തീരുമാനിച്ചിരുന്നു. ഫ്രഷായ ശേഷം മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ചു. ലേഖ ഓഫീസിൽ പോയിരുന്നു. റൂം ക്ലീൻ ചെയ്യലും തുണികൾ കഴുകിയിടലും എല്ലാം കഴിഞ്ഞ് അവൾ ബെഡിലേക്ക് ചാഞ്ഞപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ ദേവനാണ്. അവൾ ഫോൺ എടുത്തു. ഹലോ നന്ദു. ദേവന്റെ ശബ്ദം അവൾ കാതുകളിൽ വന്ന് അലച്ചു. എന്താ ദേവേട്ടാ? അവൾ ചോദിച്ചു. ഞാനൊരു കാര്യം പറയാൻ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും കല്യാണക്കാര്യമായിരിക്കുമല്ലേ? അവൾ ഇടയിൽ കയറി ചോദിച്ചു. നന്നായി ദേവേട്ടാ, അവൾ പറഞ്ഞു. കല്യാണക്കാര്യമല്ല നന്ദു, ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പറ്റിയാൽ ഈ ആഴ്ച തന്നെ മടങ്ങണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തേ ഇത്ര പെട്ടെന്ന്? നന്ദന ചോദിച്ചു. ജീവിതത്തിലെ ചില തീരുമാനങ്ങളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നതല്ലേ നന്ദു, അവൻ പറഞ്ഞു. വീട്ടിലേക്ക് വരുന്നില്ലെന്ന് തീരുമാനിച്ചോ? ദേവൻ തിരിച്ചു ചോദിച്ചു. അവൾ ഒന്ന് മൂളി. നിന്റെ കാര്യം ഓർത്തിട്ട് അനിത ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട്. അനിതേച്ചിക്കിപ്പോൾ പഴയ ആ ഉത്സാഹമൊന്നുമില്ല, അവൻ പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ നിനക്ക്? അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ദേവൻ ചോദിച്ചു. ദേവേട്ടൻ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു. നിനക്ക് ഒന്നുകൂടി മാറ്റി ചിന്തിച്ചൂടെ? ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ തീരുമാനം മാറുമോ? അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ തീരുമാനം മാറുമോ? എന്തായാലും നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് തൻ്റെ കാര്യമോർത്തപ്പോൾ സങ്കടം വന്നു. ദേവേട്ടൻ എന്നെ ആലോചിച്ച് സമയം കളയണ്ട. ഇനി എന്തായാലും എൻ്റെ ജീവിതത്തിൽ ദേവേട്ടനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല, അവൾ പറഞ്ഞു. ആ സ്വരത്തിൽ ഇനി ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകില്ല എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു. അതോടെ ദേവൻ പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് ആ കോൾ അവസാനിപ്പിച്ചു. അത്താഴം കഴിക്കുമ്പോൾ ദേവൻ അത് തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ലായിരുന്നു. അവൻ കഴിച്ചെന്ന് വരുത്തി മുറിയിലേക്ക് പോയി. കിടക്കും മുൻപ് അച്ഛൻ മുറിയിലേക്ക് എത്തിയിരുന്നു. എന്താ ദേവ, നിനക്ക് വല്ല സങ്കടവുമുണ്ടോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം തിരക്കി. എൻ്റെ മനസ്സ് ഒരു വിവാഹം കഴിക്കാൻ പാകപ്പെട്ടിട്ടില്ല അച്ഛാ. അമ്മയുടെ സങ്കടം കാണുമ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
പക്ഷേ എനിക്ക് കഴിയുന്നില്ല അച്ഛാ. നന്ദുവിൻ്റെ കഥയൊക്കെ കേട്ടില്ലേ? അതുപോലെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണും മറ്റൊരു നന്ദു ആകണോ? അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി മറ്റൊരു പെണ്ണിൻ്റെ കണ്ണുനീർ ഇവിടെ വീഴ്ത്തണോ? ദേവൻ ചോദിച്ചു. വേണ്ട മോനെ, കൃഷ്ണൻ പറഞ്ഞു. നിനക്ക് ഇത്രയ്ക്ക് സങ്കടം വരാൻ എന്താണ് നിനക്ക് പറ്റിയത്? അയാൾ ചോദിച്ചു. എനിക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നു അച്ഛാ. പക്ഷേ അതൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. ഞാൻ തെറ്റിലൂടെ സഞ്ചരിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് അവളെയാണ്. ഇനിയൊരിക്കലും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ അന്ന് അവളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊരവസ്ഥ വരുമായിരുന്നില്ല. എനിക്ക് ഇവിടെ നിന്നും ഒരു മാറ്റം വേണം അച്ഛാ. എനിക്ക് തിരികെ പോണം, എത്രയും പെട്ടെന്ന് തന്നെ. അവൻ പറയുന്നതെല്ലാം കൃഷ്ണൻ നിശബ്ദനായി കേട്ടിരുന്നു. ദേവൻ തല ഉയർത്തി നോക്കുമ്പോൾ അവനെ തന്നെ ഉറ്റുനോക്കുന്ന കൃഷ്ണന്റെ മുഖമാണ് അവൻ കണ്ടത്. തിരികെ പോയാലാണ് നിന്റെ മനസ്സിന് സമാധാനം കിട്ടുക, എന്നാൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു. നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു മോഹമുണ്ടായിരുന്നു എന്ന കാര്യം നീ അമ്മയോട് പറയണ്ട. പിന്നെ നീ ഇത്ര പെട്ടെന്ന് തന്നെ തിരികെ പോകാൻ നോക്കുന്നുണ്ടോ എന്ന കാര്യവും അമ്മ അറിയണ്ട. കിടന്നോ, നേരം വൈകി. അയാൾ ദേവനോട് പറഞ്ഞപ്പോൾ ദേവൻ ബെഡിലേക്ക് ചാഞ്ഞു. ഒരാശ്വാസത്തിനെന്നോണം തലയിണയിൽ മുഖം പൂഴ്ത്തി. നന്ദനയും ലേഖയും ചെറിയൊരു പർച്ചേസിനായി പുറത്തേക്കിറങ്ങി. എല്ലാം കഴിഞ്ഞ് ബസ് ഇറങ്ങി അവർ ഹോസ്റ്റൽ ലക്ഷ്യമാക്കി നടന്നു. കാറിൻ്റെ ഹോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ അവർ അരികിലേക്ക് നീങ്ങി നിന്നു. ഒരു കാർ പാഞ്ഞു വന്ന് അവരുടെ അരികിലായി വന്നു നിന്നു. സൈഡ് ഗ്ലാസ് താഴ്ത്തിയപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് പ്രകാശാണെന്ന് നന്ദനയ്ക്ക് മനസ്സിലായത്. താൻ പേടിച്ചു പോയോ? എവിടെ നിന്നാണ് വരുന്നത്? ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണോ? അവൻ അവളോട് ചോദിച്ചു. തൻ്റെ കയ്യിൽ നിന്നും അടിവാങ്ങിയ കാര്യം ഇത്ര വേഗം മറന്ന് തന്നോട് ഇളിച്ചുകൊണ്ട് സംസാരിക്കാൻ വന്ന പ്രകാശിൻ്റെ തൊലിക്കട്ടിയെ സമ്മതിക്കണം, അവൾ മനസ്സിൽ പറഞ്ഞു. എന്തായിരുന്നു താനും സെന്ററിലെ എല്ലാവരും കൂടി ചർച്ച ചെയ്തിരുന്നത്? ഉച്ചയ്ക്ക് താനും അഞ്ജുവും ഭരത്തും അജിതയുമെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിച്ചതിനെ പറ്റിയാണ് പ്രകാശ് ചോദിക്കുന്നത് എന്ന് മനസ്സിലായെങ്കിലും നന്ദന മറുപടി ഒന്നും പറഞ്ഞില്ല. അവനാണ് കാറിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ നന്ദനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. എനിക്ക് തന്നോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിയാവില്ല. താൻ വല്ല അബദ്ധവും കാണിക്കും. താൻ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര മോശം ആളൊന്നുമല്ല. എന്നെപ്പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ ഏതെങ്കിലും പെണ്ണിൻ്റെ പിറകെ നടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞ് താൻ കേട്ടിട്ടുണ്ടോ? അവിടെ ആരും അങ്ങനെ പറയില്ല. കാണുമ്പോൾ എന്തെങ്കിലും കമൻറ്റ് പറയുമെന്നല്ലാതെ ഞാൻ അത്രയൊന്നും സീരിയസ് ആയി എടുക്കാറില്ല. പക്ഷെ തൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ലാട്ടോ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് താൻ എനിക്ക് സ്പെഷ്യൽ ആണെന്ന്. തന്നെപ്പോലെ ഒരു ജീവിത പങ്കാളിയെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. അവരുടെ സംസാരം കേൾക്കാത്തവണ്ണം ലേഖ കുറച്ച് മാറി നിന്നിരുന്നു. മതി, നിർത്ത്, റോഡാണെന്ന് പോലും ഓർക്കാതെ അവൾ അലറിയതും താടിയിൽ തടവി അവൻ ചിരിച്ചു. നന്ദന, താൻ വെറുതെ ബഹളം കൂട്ടണ്ട. ഇതിൻ്റെ പേരിൽ താൻ ജോലി റിസൈൻ ചെയ്യുകയും വേണ്ട. പെട്ടെന്നൊരു തീരുമാനം പറയണ്ട. ഭർത്താവിനും സ്വന്തം വീട്ടുകാർക്കും നിന്നെ വേണ്ട. അത് ഉറപ്പായ കാര്യമാണ്. നിന്റെ ഭർത്താവിന് നിന്റെ വില മനസ്സിലാവില്ല. എനിക്ക് ടൗണിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ എൻ്റെ കൂടെ ഒരു രാജകുമാരിയെപ്പോലെ നിനക്ക് കഴിയാം, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ കാർ എടുത്തുപോയി. അവൻ പോയപ്പോൾ കുറച്ച് നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി അവൾ. ലേഖ അവളുടെ അരികിലേക്ക് വന്നു. അവളെ ആശ്വസിപ്പിക്കും പോലെ അവളുടെ തോളിൽ കൈവച്ചു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കുറച്ചു നേരം അവർ അവിടെ അങ്ങനെ തന്നെ നിന്നു. ലേഖ അവളുടെ തോളിൽ തട്ടി നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നന്ദന അവളെ മിഴിച്ചു നോക്കി. നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഓട്ടോ എടുക്കാം, ലേഖ പറഞ്ഞു. വേണ്ട, നമുക്ക് നടക്കാം, നന്ദന പറഞ്ഞു. ലേഖയുടെ കൂടെ നടക്കുമ്പോൾ നന്ദനയുടെ മനസ്സ് കലുഷിതമായിരുന്നു. എന്തു തന്നെ വന്നാലും ഇനി ആ സെന്ററിലേക്ക് താൻ ജോലിക്ക് പോവില്ലെന്ന് അവൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. ഇനി എന്തൊക്കെയാവും നന്ദനയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ.
നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.